ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവരും സ്വാഗതം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. നമ്മളെല്ലാവരും ബെൽ ബട്ടണൊക്കെ അടിച്ച് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത്. നമ്മളൊരു 17 വർഷം മുമ്പാട് നമ്മൾ ചെയ്തൊരു വർക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ജേബോൾട്ട് ഒരു മെയിൻ്റെനൻസിന് വന്ന് പോയപ്പോൾ ഞങ്ങൾ എടുത്ത വീഡിയോ ആണ്. ഇത് നമ്മൾ അന്ന് 17 വർഷം മുമ്പ് അടിച്ചപ്പോൾ സെൽഫ് സ്ക്രൂ ഇല്ലായിരുന്നു, സെൽഫ് ത്രെഡിങ് സ്ക്രൂ ഇല്ല. അപ്പോൾ നമ്മൾ അന്ന് ജേബോൾട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കോർഗേറ്റഡ് ഷീറ്റാണ്, അലുമിനിയം കോർഗേറ്റഡ് ഷീറ്റാണ്. ഇത് ബേസ്മെൻ്റൊക്കെ കണ്ടോ, ബേസ് പ്ലേറ്റ് വെച്ചാലും നമ്മളിങ്ങനെ ഒരു ബോൾട്ട്, നമ്മുടെ ഫൗണ്ടേഷൻ ബോൾട്ട് പോലെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് കണ്ടോ, നമ്മൾ തൂണൊക്കെ ഫുള്ള് ഇത് ബോൾട്ടാണ്, നട്ട് ആൻഡ് ബോൾട്ടിലുള്ള വർക്കാണ്. ഇത് നമ്മൾ വർക്ക്ഷോപ്പിലിട്ട് ചെയ്തിട്ട് ഓൾറെഡി നമ്മൾ അവിടെ സൈറ്റിൽ കൊണ്ട് ചെയ്യുകയാണ്, സെറ്റ് ചെയ്യുകയാണ്. ഫുള്ള് നട്ട് ആൻഡ് ബോൾട്ടിലുള്ള വർക്കാണ്. ഫുള്ള് അന്ന് അലുമിനിയം പെയിൻ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇത് ഫൗണ്ടേഷൻ ബോൾട്ട് വെച്ചാണ് ഇത് ചെയ്യുന്നത്. വാർക്കയുടെ പുറത്ത് ആദ്യം ഫൗണ്ടേഷൻ ബോൾട്ട് സെറ്റ് ഔട്ട് ചെയ്തിട്ട് ഫൗണ്ടേഷൻ ബോൾട്ട് വെച്ച് ചെയ്യുന്ന ഒരു വർക്കാണ്. അന്നൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിലാണ് ഇത്. നമ്മൾ സൈറ്റിൽ ചെന്നിട്ട് റൂഫ് ടോപ്പ് ഫുള്ള് മെഷർ ചെയ്തിട്ട് അതിൽ നമ്മൾ എവിടെയൊക്കെ പില്ലറുകൾ വരുന്നു അതെല്ലാം നമ്മൾ മെഷർ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യണതാണ്. ഇത് കണ്ടോ, ഇതൊരു ക്രോസ് ബാറൊക്കെ കൊടുത്ത് എന്നുവെച്ചാൽ ഇതിൻ്റെ സ്പാൻ നിൽക്കുന്നത് ലെങ്ത് കൂടുതലാണ്. ഉത്തരത്തിന് നല്ല മീറ്റർ, ഒരു 3 മീറ്ററോളം ലെങ്ത് കൂടുതലാണ്. അപ്പോൾ അത് ഇങ്ങനെ ടൈ കൊടുക്കുക, ടൈ ബാർ ചെയ്യുക എന്ന് പറയാം. അതേപോലെയൊക്കെ ചെയ്തുള്ള അന്നത്തുള്ള വർക്കാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒന്ന് നമ്മുടെ യൂട്യൂബേഴ്സ്, നമ്മുടെ വ്യൂവേഴ്സിനെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് ഓർത്ത് നമ്മളങ്ങനെ എടുത്താണ്. നമ്മൾ അന്ന് ചെയ്ത വർക്കുകളൊക്കെയാണ്. അപ്പോൾ അന്ന് നമുക്കത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മൾ ഇത്രയും വർഷം മുമ്പാണ് നമ്മൾ ചെയ്തപ്പോൾ ഉള്ള ആ വർക്ക് ഇപ്പോഴും അത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കുക എന്നുള്ളതിന് വേണ്ടി നമ്മളിപ്പോൾ എടുത്താണ് വർക്ക്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ബോൾട്ടേലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഫുള്ള് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത് 2.5 ഇഞ്ച് റൗണ്ട് പില്ലർ തൂണുകളാണ്. അന്ന് ജി പൈപ്പുകൾ, സ്ക്വയർ പൈപ്പ് ഇല്ല. അന്ന് സ്ക്വയർ പൈപ്പ് ഉണ്ട്, അത് ടാറ്റയുടെയാണ്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അപ്പോളോ 6 ഇഞ്ച് അങ്ങനത്തെ ഉള്ള പൈപ്പുകളൊന്നും നമ്മൾ 17 വർഷം മുമ്പാടില്ല. അപ്പോൾ നമ്മൾ റൗണ്ട് പൈപ്പുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അന്ന് ഹെവി സിംഗിൾ പൈപ്പ് കൊടുക്കാൻ പറ്റില്ല, എന്ന് വെച്ചാൽ ഹെവി ആയി പോകും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സ്പാനായിട്ട് 3/4 ഇഞ്ച് റൗണ്ട് ജി പൈപ്പിൽ നമ്മൾ 20 സെൻറ്റിമീറ്റർ വിത്തിൽ സ്പാൻ ഉണ്ടാക്കി എടുത്തിരിക്കുക. 2 പൈപ്പ് അപ്പുറം ഇപ്പുറം വെച്ചിട്ട് ഇത് തമ്മിൽ സ്പാൻ ചെയ്തിരിക്കുകയാണ്. അത് 10 mm റൗണ്ട് കമ്പിയിലാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്ത വർക്കുകളാണ്. അപ്പോൾ ഇതിലൊരു കംപ്ലൈൻറ്റ് ഇപ്പോൾ വന്നേക്കണമെന്ന് പറഞ്ഞാൽ അത് ജെ ബോൾട്ടുകൾ തുരുമ്പെടുത്തു. അതെന്തായാലും ഇത്രയും വർഷമായപ്പോൾ അത് വെറും 4 mm 5 mm ജെ ബോൾട്ട് ആണ്, ജെ ആണ്, എന്നാലും അങ്ങനെ തുരുമ്പെടുത്തതാണ്. അല്ല, ഇതൊക്കെ കമ്പി, ഒറ്റ കമ്പി ബെൻഡ് ചെയ്തെടുത്തേക്കും. കണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് കമ്പികൾ, ഈ 10 mm റൗണ്ട് കമ്പി ഒരു ഫുൾ ലെന്ത് ഇങ്ങനെ പിന്നേലിട്ട് പിന്നാൻ പുഷ് ഇട്ടിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് എടുത്തിരിക്കുന്ന വർക്കുകളാണ്. ഒറ്റ കമ്പിയിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന വർക്കാണ്. ഭയങ്കര പാടാണ്. ഇന്നത്തെ പോലെ വളരെ സിമ്പിളായിട്ടുള്ള വർക്കല്ല. അന്ന് ഭയങ്കര പാടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഒറ്റ കമ്പിയിൽ നമ്മൾ കട്ട് ചെയ്യാതിരിക്കാനായിട്ട് അങ്ങനെ ബെൻഡ് ചെയ്ത് എടുത്തേക്കുകയാണ്. നമ്മുടെ അതിൻ്റെ ക്യാൻലിവർ പോലെ നിർത്തിയിരിക്കുക. അതിൻ്റെ സ്പാനൊക്കെ പോയേക്കണുണ്ടോ. പിന്നെ റൗണ്ട് പൈപ്പാണ്, പർലിങ് റൗണ്ട് പൈപ്പാണ്. എല്ലാം കംപ്ലീറ്റ് റൗണ്ട് പൈപ്പല്ല. ആ പാടെ 2-3 ടൈപ്പ് മെറ്റീരിയലാണ് നമ്മൾ അതിൻ്റെ അത് ഉപയോഗിച്ചത്. ഓക്കെ, താങ്ക് യു.